നമ്മൾ വിചാരിച്ചോ നല്ല ഓള്. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. എനിക്ക് രണ്ട് സംശയങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ അതുകൊണ്ടാണ് താങ്കളെ ഇന്ന് ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. താങ്കൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ്? ഉത്തരം പറ. അത് പറങ്ങട്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA, അതിവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. O മാധവൻ സാർ. ഓ മാധവനോ? എന്തോന്ന് സത്യം ആയില്ലഞ്ചേരി ഭഗവതിയാണ് സത്യം. സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ. എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന നടന്നുണ്ട്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല വേറെന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അതെ. എന്തതെ? വെറുതെ വരാതെ. അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഫ്ലാഷ് ബാക്ക്. ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഈ സമയം അല്ലാതെ ആ പേര് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു. അപ്പൊ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് അല്ല ആണോ എന്ന് നോക്കിയപ്പോ എന്റെ വീട്ടിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അല്ലാന്നല്ലേ നിഷേധിക്കാൻ പറ്റൂ. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഗുഡ്വിൽ സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരും കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ അമേരിക്കൻ സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് അരുൺ സാർ. ഭയങ്കര പേരുള്ള കമ്പനി ഏത്? അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ, താങ്ങൂല. ഡോക്ടർ എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ മനസ്സിലായി. മാധവൻ സാർ ആ സർവകലാശാല പഠിപ്പിക്കുന്നില്ലല്ലോ. ആ സർവകലാശാലയുടെ ഡയറക്ടർ ബോർഡിലും മാധവൻ സാർ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മാധവൻ സാർ അമേരിക്കൻ സർവകലാശാലയുടെ PhD താങ്കൾക്ക് തരിക? എവിടെ പോണു? വെള്ളം കുടിക്കും. എനിക്കൊരു PhD കിട്ടിയിട്ടില്ല. എനിക്ക് 1-2 സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് ഇതൊരു സർവകലാശാല അല്ലേ? അതല്ല ഉദ്ദേശം. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന, അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന PhD ഡോക്ടറേറ്റ് അല്ല. ഇതെല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ്, അതായത് ഡോക്ടറാണെന്ന വ്യാജേന നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണ് എനിക്കും അങ്ങനെയാണ് ലഭിച്ചത്. കേരള സർവകലാശാലയിൽ ഒരു പ്രബന്ധം എഴുതി 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ PhD ആണ്. പരമനാറി പട്ടി കഴിവേറടാ മോളെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഓക്കെ സോറി, അതെന്റെ അറിവില്ലായ്മയായിരിക്കും. ശരി താങ്ക് യു. ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചതല്ല. ഞാൻ അതിന്റെ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും എന്റെ ആർട്ടിക്കിളുകളും UGCയുടെ അംഗീകൃത ജേർണലുകളിലുമുണ്ട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഓക്കെ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുപോലെ. എനിക്കറിയേണ്ടത് താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല.
അല്ല. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, അപ്പൊ നമുക്ക് പക്ഷേ അത് അതിനെക്കുറിച്ച് സർവകലാശാല അന്വേഷണം അല്ലാതെ ഒരു താങ്കൾ തന്നെ പ്രത്യേക പറഞ്ഞു കമ്മീഷനെ വെക്കാം. പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. ഇദ്ദേഹം ഒരു ലൂസായി പോയി, മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ. നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം, നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ. താങ്കൾ അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അമേരിക്കയിലെ വന്ന് കൊഞ്ചം സായിപ്പങ്കിട്ട് എല്ലാം പേസണമേ. ഇവർക്ക് ഇംഗ്ലീഷ് தெரியாதே. അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുപോവാന്ന് പറ. ഞാനൊന്ന് പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. ഇതിപ്പം പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോയില്ല. താങ്കൾക്കെതിരെ താങ്കളുടെ PhD എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. താങ്കളുടെ PhD വ്യാജമാണ് എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. ഇത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. കാരണം കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അങ്ങനൊരു യൂണിവേഴ്സിറ്റി താങ്കൾക്ക് കേരളത്തിൽ വെച്ച് പുരസ്കാരം നൽകുക എന്നുള്ളത് ഒരു വലിയ തമാശയാണ്. ദയവ് ചെയ്ത് താങ്കളുടെ പേരിന് മുൻപിൽ നിന്ന് അതെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. ഒരു പെരുങ്കള്ളി, അങ്ങനെ ഒരു കള്ളവേഷമായിരുന്നു എനിക്കിവിടെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. किसे पूछूं